ഡൽഹി ചെങ്കോട്ടയിൽ സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. ഫരീദാബാദിൽ ഭീകരരെ പിടികൂടിയതിന് പിന്നാലെ സ്ഫോടക വസ്തുക്കൾ ഉമർ മുഹമ്മദ് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചിരിക്കാം. ഈ സാഹചര്യത്തിലാകും സ്ഫോടനം ഉണ്ടായതെന്നാണ് കരുതുന്നത്. പൊട്ടിത്തെറിച്ച i20 കാർ പുൽവാമ സ്വദേശിക്ക് വിറ്റ ഡീലറെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം അന്വേഷണത്തിനായി വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ 10 അംഗ NIA സംഘത്തെ രൂപീകരിച്ചു. സ്ഫോടനത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തുവന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അടിവേരുകൾ കണ്ടെത്താനുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് NIA സംഘം. കഴിഞ്ഞ ദിവസം ഫരീദാബാദ്, സഹറൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൽ, മുസ്മീൽ, ഷഹീന എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യും. ആക്രമണത്തിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംശയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാറിൽ 80 കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. സ്റ്റെപ്പിനി ടയറിലടക്കം മിലിറ്ററി ഗ്രേഡ് രാസവസ്തുക്കളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഫോടനം നടന്നത് അബദ്ധത്തിലാണെന്ന സംശയവും ബലപ്പെടുകയാണ്. സ്ഫോടക വസ്തുക്കൾ മറ്റെവിടേക്കെങ്കിലും മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്ഫോടനം നടന്നതാവാമെന്നാണ് നിഗമനം. IED സ്ഫോടനമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും IEDയിലെ വസ്തുക്കൾ കൃത്യമായി സംയോജിപ്പിച്ചിരുന്നില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അതിനാലാണ് സ്ഫോടനത്തിന്റെ ആഘാതം പരിമിതപ്പെട്ടത്. സ്ഫോടനത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സിഗ്നലിന് പിൻവശത്തെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പൊട്ടിത്തെറിക്ക് പിന്നാലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായി. സ്ഫോടനത്തിന്റെ സൂത്രധാരനെന്ന് സംശയിക്കുന്ന പുൽവാമ സ്വദേശിയായ ഉമർ മുഹമ്മദിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കൊണാട്ട് പ്ലേസ്, മയൂർ വിഹാർ, ITO അടക്കം വിവിധയിടങ്ങളിൽ ഉമറെത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. i20 കാർ ഉമർ മുഹമ്മദിന് വിറ്റ കാർ ഡീലറെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. സോനു എന്നയാളാണ് പിടിയിലായത്. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 15ആയി. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിൽ NIA സംഘം വ്യാപക തെരച്ചിൽ നടത്തുകയാണ്. ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാലയിൽ പരിശോധനകൾ തുടരുകയാണ്. അന്വേഷണത്തിന് NIA പ്രത്യേക സംഘം രൂപീകരിച്ചു. കേരള കേഡർ IPS വിജയ് സാഖറയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെയാണ് രൂപീകരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6:52 ഡൽഹിയിൽ രാജ്യത്തെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ചാന്ദിനി ചൌക്ക് മാർക്കറ്റിനും ജുമാ മസ്ജിദിനും സമീപത്താണ് സ്ഫോടനമുണ്ടായത്. തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയിൽ പോലും സുരക്ഷാ വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.